മാങ്കുഴ കുടുംബയോഗത്തിൻ്റെ വാർഷികാഘോഷത്തിന് മുഖ്യപ്രഭാഷണം നടത്താനായി ബഹുമാനപ്പെട്ട ജിനോ പുന്നമറ്റത്തിലച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാങ്കുഴ കുടുംബയോഗത്തിൻ്റെ ഈ ഒരു വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ MR പോൾ ഉദ്ഘാടന പ്രസംഗം നടത്തി വളരെ ഹൃദയസ്പർശിയായി കുടുംബജീവിതത്തിൻ്റെ വ്യത്യസ്ത റോളുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ തക്ക വിധത്തിൽ ആശയങ്ങൾ സംവേദിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ച, ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടക സമിതിയിൽപ്പെട്ട പൗലൂസ് ചേട്ട, ഷാജി ചേട്ട, ബഹുമാനപ്പെട്ട തെരേസ സിസ്റ്റർ, ക്രിസ്ലിൻ ആണോ ക്രിസ്റ്റിൻ ആണോ ക്രിസ്ലിൻ ക്രിസ്ലിൻ സിസ്റ്റർ, ഷാജി ചേട്ട, ഏറ്റവും സ്നേഹ ആദരവുകൾ നിറയുന്ന പ്രിയപ്പെട്ട മാങ്കുഴ കുടുംബാംഗങ്ങളെ, ഞാനിന്ന് പോന്നപ്പോൾ എന്നോട് ദീപികയുടെ മാനേജിങ് ഡയറക്ടർ ചോദിച്ചത് എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 പ്രോഗ്രാമുള്ളത്. ഒന്നാമത് തെരേസ സിസ്റ്ററിൻ്റെ മറ്റേ ക്യാമ്പസിലായിരുന്നു ഇന്ന് രാവിലെ. ഞാൻ പറഞ്ഞു ഒരു കുടുംബയോഗത്തിന് പോകേണ്ടത്, കുടുംബയോഗത്തിനോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് പോകാതിരിക്കാൻ പറ്റത്തില്ല, അത് മറ്റൊന്നും കൊണ്ടുമല്ല, എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യം ഒരു വിളി വരുമെന്ന് അറിയിച്ച ഒരാൾ എൻ്റെ പുറകിലുണ്ട്. അത് ആരായിരിക്കും? ഇഞ്ചക്കൽ ഓക്കെ, ഷൈജു ആണ്. അപ്പം ഷൈജു ഞാനും സ്നേഹിതരാണ്. അപ്പോൾ ഷൈജു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കുറുപ്പുംപടിയിൽ നിന്നൊരു കോള് വരും, അച്ഛൻ നോ പറയരുത്. ഞാൻ ചോദിച്ചു എന്തുവാ സംഭവം? ഞാൻ പറഞ്ഞു കുടുംബയോഗം എന്നെ കാണിക്കാൻ അവിടെ പോണേ, എൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇല്ല, നമ്മുടെ ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ ശക്തനായ ഒരു പ്രസിഡന്റ് രാജു ചേട്ടൻ്റെ കുടുംബമാണത്. രണ്ടാമത്തത് കുറേ കാലങ്ങളായിട്ട് ദീപികയ്ക്ക് വേണ്ടി അവിടെ അക്ഷീണം എന്തിക്കുന്ന ഷാജി ചേട്ടനും ആ കുടുംബത്തിൽ തന്നെ. എനിക്ക് ഇവർ രണ്ടുപേരും വീട്ടുകാരെ അറിയില്ലായിരുന്നു. പിന്നെ എനിക്കറിയാവുന്നൊരു ജോമോൻ ഇവിടെയുണ്ട്. അവൻ കുറേ കാലങ്ങളായിട്ട് മിഷ് ലീഗും അതും ഇതുമൊക്കെയായിട്ട് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. അപ്പം എനിക്ക് ആകെ ഈ ജോമോനെയാണ് വീട്ടുപേരിൽ അറിയാവുള്ളൂ. കാരണം പുള്ളിക്കാരൻ മൊത്തം അറിയപ്പെടുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ കുടുംബ പേര് വെച്ച് ബിസിനസ് നടത്തുന്ന ടീമാണ്. അപ്പോൾ ബാക്കി എല്ലാവരെയും അങ്ങനെ വീട്ടുപേരെ എനിക്ക് അത്ര ഫെമിലിയർ അല്ലായിരുന്നു. ഈ സിസ്റ്ററിനെ എനിക്ക് അങ്ങേയറ്റത്തിരിക്കുന്ന ആളെ അറിയാം, പക്ഷെ പുള്ളിക്കാരുടെ വീട്ടുപേരും ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എത്തിക്കോളാം. പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഈ കുടുംബം ഇതാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ, ഈ കുറുപ്പുംപടി ഇടവകയുടെ ഏതൊരു തീരുമാനത്തിൽ ശക്തമായ ഇടപെടൽ നടക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു. കാരണം ഇത്രയും ആളുകളുണ്ട് പൊതുയോഗത്തിന്, എല്ലാവരും കൂടെ വന്ന പാവം വികാരിയച്ഛന് ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം ഒറ്റ കുടുംബത്തിൽ നിന്ന്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പം അതിനാൽ തന്നെ ദീപികയോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് എന്നുള്ളത് ഈ 2 പേരുടെ ദീപികയോടുള്ള സർവീസിനെ ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ കാണുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ വരാനായിട്ട്. നമ്മൾ അത്രമാത്രം യോഗ്യനൊന്നുമല്ല, എന്നിരുന്നാൽ പോലും ഒരു റിസ്ക് എടുത്തേക്കാം എന്ന് ചിന്തിച്ചത്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ഒരു വാക്കും എന്നെ ഒത്തിരി ആകർഷിക്കുന്നു. അതായത് ഈ നോട്ടീസിന്റെ ഏറ്റവും അടിയിൽ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നിങ്ങൾക്ക് അതൊരു പുത്തരി ആയിരിക്കില്ല, കാരണം നിങ്ങൾ സ്ഥിരം കാണുന്നതായിരിക്കും. വേദപാഠനത്തിനും സ്കൂൾ തലത്തിലും ഇങ്ങനെയൊരു വാക്ക് ഒരു നോട്ടീസിൽ ഇപ്പോൾ കാണുന്നത് വളരെ റയറായിട്ടാണ്. എന്താണ് കാണുന്നത്? സ്കൂൾ തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും 1ാം സ്ഥാനം നേടിയ, ഫുൾ A+ നേടിയ വിജയിച്ച കുട്ടികളെ ആദരിക്കുന്ന കുടുംബയോഗങ്ങളുടെ നോട്ടീസുകൾ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പള്ളിയിൽ മാത്രം ഇറങ്ങുന്ന നോട്ടീസാണേത്? വേദപാഠത്തിന് മാർക്ക് മേടിച്ച കുട്ടികളുടെ നോട്ടീസ്. അപ്പോൾ എനിക്ക് ഒത്തിരി സ്നേഹം നിങ്ങളോട് തോന്നുകയാണ്, മറ്റൊന്നും കൊണ്ടുമല്ല. ഒരു വിശ്വാസ പരിശീലന വഴികളിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു കുടുംബമാണ്. ഇതിൻ്റെ ഒരു ബാക്കി പൂരണം ഞാൻ വീടിനകത്ത് വെച്ച് നടത്തിയ ഒരു സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ പള്ളിയോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്നവരാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എനിക്ക് പരിചയമുള്ളവരെയൊക്കെ ഞാൻ അവിടെ കണ്ടുപോയി. ഡൽഹിയിൽ നിന്ന് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഞാനൊരു ഗ്രീൻഫീൽഡിൽ ചെന്നപ്പോൾ കണ്ടപ്പോഴും ഇത് തന്നെയായിരുന്നു. പള്ളിയോട് ചേർന്ന് നിന്ന സൗഹൃദത്തിലാണ് ആ ബന്ധവും. അതും മാങ്കുഴക്കാരാണ്, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഇതാണല്ലോ ഈ കുടുംബം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എവിടെയാണെങ്കിലും വിശ്വാസ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അഡ്രസ്സ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബ പേരിന് അതിൻ്റെ ഒരു തിളക്കവും അതിൻ്റെ ഒരു വ്യക്തിത്വവും ഉണ്ട്. ഇവിടെ വന്ന് എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ഞാനെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വന്ന എന്നാണെന്നറിയോ? ഈ ലയോ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പേര് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ആർക്കെങ്കിലും അറിയോ? ലയോ ഈ മാർപ്പാപ്പ നമ്മുടെ പുതിയ ആള്, പേരിന് കാരണം ഇപ്പൊ സമ്മാനം തരും. ഞാനല്ല, ഞാൻ പോളിയേട്ടനോട് പറയും, പോളിയേട്ടൻ ഇവിടെ നിന്ന് അവരുടെ അടുത്ത് തരും. പെട്ടെന്ന് എന്തോ 14ാമത് പേരെടുത്തു. അത് എന്താ കാരണം? പിതാവ് അതിനുശേഷം ഒരു ദീപിക പത്രമൊക്കെ വായിക്കണില്ലേ, അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ. തീർച്ചയായിട്ടും ഓക്കെ. അതിന് കാരണം എന്താണെന്നറിയോ?
അതായത് വലിയൊരു മാറ്റം അനിവാര്യമാണ് എന്നൊരു ബോധ്യത്തിൽ നിന്നിട്ടാണ് പിതാവ് ഈ പേര് തിരഞ്ഞെടുത്തതെന്നാണ് പിതാവ് തന്നെ പിതാവിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതായത് ലയോ 13 എന്ന് പറയുന്ന പേരിനൊരു പ്രത്യേകതയുണ്ട്. ആ പിതാവ് ഒരു സംഭവമായിരുന്നു, നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞ അത് മറ്റൊന്നുമല്ല, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മനുഷ്യന്റെ മൂല്യം ഇടിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനും കൂടുതൽ മൂല്യം വേണമെന്നും തൊഴിലാളിക്ക് മൂല്യം വേണമെന്നും കൃത്യതയോടുകൂടെ തിരിച്ചറിഞ്ഞ് റെയ്റിൻ നൊവാരും എന്ന ചാക്രിക ലേഖനം ഇറക്കിയ പിതാവാണേത്? ലയോ 13 മാർപ്പാപ്പ. അപ്പൊ ഇപ്പോൾ ഒരു വലിയ മാറ്റം വേണമെന്നാണ് ഈ പിതാവ് പറഞ്ഞു വെച്ചേക്കുന്നത്. അതെന്താണെന്നറിയോ? ഡിജിറ്റൽ റവല്യൂഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ റവല്യൂഷൻ. അതിന്റെ 2 വക്താക്കളാണ് അങ്ങേയറ്റത്തിരിക്കണേ എന്നുള്ള കാര്യം ഒരാളെ എനിക്കറിയായിരുന്നു, അടുത്തയാണ് ആ കൂട്ടത്തിൽ തന്നെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ പറഞ്ഞു കേട്ടപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ അതിനാൽ ഡിജിറ്റൽ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അത് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ സ്വാധീനിച്ച് അപ്പന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെയും വിശ്വാസധാരകളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യതയോടുകൂടെ ആ ഡിജിറ്റൽ റവല്യൂഷൻ നിന്ന് AI-യുടെ ലോകത്ത് നിന്ന് കുടുംബ ബന്ധങ്ങളിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കൃത്യമായൊരു മാറ്റം വേണമെന്നും കൃത്യതയോടുള്ള പ്ലാനിങ് വേണമെന്നും തിരിച്ചറിയുന്ന പിതാവ് പറയുക, എൻ്റെ പേരിൽ തന്നെ ആ മാറ്റം തുടങ്ങട്ടെ. അതല്ലയോ 14-മൻ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ നമുക്കിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടതും. ഞാൻ ഈ ഇടയ്ക്ക് പ്രീ മാരേജ് കോഴ്സുകൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചല്ലോ, ഒരു 10-25 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഇവിടെ വരുമെന്നും ഈ പ്രീ മാരേജ് കൂടുമെന്നും അപ്പൻ്റെ അമ്മയുടെ അനുവാദത്തോടെ വിവാഹം കഴിക്കുമെന്നും ഉറപ്പുള്ളവരെന്ന് കൈവക്കാൻ പറയാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന മമ്മിമാരോടും പപ്പമാരോടും ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ പോണേ? എന്ന് കൈവക്കാൻ പറ്റും? ഒരാൾ കൈപൊക്കി കിട്ടോ, മാനം കാത്തു കുടുംബത്തിന്റെ, 2 പേരായി. വേറെ ആരാ ഉള്ളത്? കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ കൈപൊക്കാനുണ്ട്. ഇന്നൊരു പേടി. അതെന്നാന്നറിയോ? ഒരു സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗാ. എന്താ അതെന്നതാ? ഞാൻ മറന്നുപോയില്ല ദൈവം. എന്തോ മാമ്പൂ കണ്ടിട്ടും മക്കളെ കണ്ടിട്ടും അതെന്നതാ? വികാരിച്ചെന്നറിയായിരിക്കും അങ്ങനത്തെ പഴമൊഴികൾ. എന്നതാ വെച്ചത്? കൊതിക്കരുതെന്ന്. ഓക്കെ, മാമ്പൂ കണ്ട് മക്കളെ കണ്ടിട്ടു, അങ്ങനെയല്ലേ? ഓക്കെ, അതൊരു പരിധിവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ കൊതിക്കൊന്നും വേണ്ട, ഒരു പ്രതീക്ഷയെങ്കിലും ഇല്ലെങ്കിൽ ഈ വിവാഹ ജീവിതം എന്ന് പറയണതും കുടുംബജീവിതം എന്ന് പറയണതിനും ഒരർത്ഥവും ഇല്ല. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ അങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ അവർ പറയുക, എന്റെ പൊന്നച്ചാതൊന്നും കൈ കിട്ടാൻ പോണ കേസല്ല എന്ന് ഇപ്പോഴേ നല്ല ബോധ്യമുണ്ട്. എന്നിട്ടൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. അന്ന് പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു സന്തോഷമല്ലേ വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് ഈ കല്യാണത്തിന് കാരണവന്മാർ സമ്മതിച്ച്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് വരിക. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം വളരെ വ്യക്തം. എന്താണെന്നറിയോ? അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇവിടെ വന്നു നിൽക്കുന്നത് എന്ന് ആ കുട്ടികൾ പറയുകയാണ്. അതിനെ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഒന്നും കൈ പൊങ്ങാത്തൊരവസ്ഥയിലേക്ക് മാറിയത്? നമ്മളെക്കാളും വലിയൊരു സ്വാധീനം ചെലുത്തുന്ന എന്തൊക്കെയോ എൻ്റെ മക്കളെ എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും എന്നിൽ നിന്നും മാറ്റിക്കൊണ്ടു പോകുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ പോലും അറിയാതെ തിരിച്ചറിയുന്നുണ്ട്. എന്നെക്കാളും വലിയ സ്വാധീനം, എൻ്റെ ഹസ്ബൻഡിനേക്കാളും വലിയ സ്വാധീനം, അല്ലെങ്കിൽ എൻ്റെ വൈഫിനേക്കാളും വലിയ സ്വാധീനം, ഈ കുടുംബ പേരിൻ്റെ സ്വാധീനത്തെക്കാൾ വലിയ സ്വാധീനത്തിൽ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം വിട്ട് ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് നിശബ്ദമായി തിരിച്ചറിയുന്ന കുടുംബത്തിലെ ഓരോ അംഗവും പറയുക, എനിക്ക് പ്രതീക്ഷയൊന്നും അധികം പറയാൻ ഇല്ല. പ്രിയപ്പെട്ടവരെ, അതൊരു ഗതികേടിന്റെ സ്വരമാണ്. അതൊരു ഗതികേടിന്റെ സ്വരമാണ്. ഇവിടെ എന്നതാ നടക്കേണ്ടത്? എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാനെന്ന അപ്പനിലേക്ക്, ഞാനെന്ന അമ്മയിലേക്ക് എൻ്റെ കുഞ്ഞു വരാൻ പാകത്തിന് ഞാൻ അവനെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളൂ? കുടുംബ ബന്ധത്തിന് തിളക്കമുണ്ടാകാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കുടുംബയോഗം ഒരു 25-ാം വർഷത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ വാർദ്ധക്യം പ്രാപിച്ചവരുടെ ഒരു കൂട്ടായ്മയായിട്ട്, ഒരു വൃദ്ധസദനത്തിന്റെ ആഘോഷമായിട്ട് വഴിമാറാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഇന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ കുഞ്ഞും അങ്ങ് തിരിഞ്ഞു നിന്ന് പപ്പേ മൊബൈൽ ഫോൺ താ, ഞാനൊന്ന് കളിക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്ന അവനും അവിടെ ഇവിടെയൊക്കെ ജാഗ്രതയോടെ ഇങ്ങോട്ട് എത്തി നോക്കുന്ന നമ്മുടെ മക്കളും ഒക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലേക്ക് ആ ഒരു സ്നേഹബന്ധത്തിന്റെ സ്വാധീനം കൊടുക്കാൻ നമുക്ക് പറ്റണം. പക്ഷെ നമ്മൾ അറിയാതെ ഓർത്തെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇന്ന് നമ്മളെക്കാളും വലിയ സ്വാധീനം നടത്തുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമ പ്രവർത്തകരുടെ ഒരു കുടുംബം അത് സന്യാസ വേഷത്തിലാണെങ്കിലും ശരി, പ്രവർത്തന വഴികളിലാണെങ്കിലും ശരി, ജാഗ്രതയുടെ രാജിച്ചേട്ടന്റെ വഴികളിലാണെങ്കിലും ശരി, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളും. അപ്പൊ ആ കടന്നു പോകുന്ന വഴികളിൽ എൻ്റെ കുടുംബ അന്തരീക്ഷത്തിലേക്ക് മാധ്യമങ്ങൾ കടന്നു കയറി ഈ മാങ്കുഴ കുടുംബത്തിന്റെ നന്മകളെ അടർത്തിക്കളയാൻ തക്ക വിധത്തിൽ കടന്നു കയറുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു ജാഗ്രത പ്രാപിക്കാൻ, അല്ലെങ്കിൽ ജാഗ്രത പാലിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഇന്നിവിടെ രൂപപ്പെടേണ്ടതുണ്ട്. വലിയ ആശയങ്ങളൊന്നും ദൈർഘ്യമേറി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്നാമത്തെ വിപത്ത് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ വിപത്ത് എന്താ? എന്നേക്കാളധികം സ്വാധീനം എൻ്റെ കുടുംബത്തിൽ എൻ്റെ കർത്താവ് വാഴുന്നതിനപ്പുറത്ത്, കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നതിനപ്പുറത്ത് മാധ്യമങ്ങളുടെ തിളക്കവും വേടന്റെ പാട്ടിന്റെ ഈണവുമാണ് നിറയുന്നത് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ കുടുംബയോഗങ്ങളുടെ ദൈർഘ്യം എന്ന് പറയുക ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഇപ്പൊ
ഇപ്പം നേതൃത്വം നൽകുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ജീവിതത്തിന്റെ അവസാനത്തോടെ അത് അവസാനിച്ചിരിക്കും. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, തലമുറകൾ തോറും ഇതങ്ങ് മുമ്പോട്ട് പോകണമെന്ന്. അതിനാൽ തന്നെ ആദ്യത്തെ ജാഗ്രതയുടെ സ്വരം എന്താ? പുറത്തുനിന്ന് കടന്നു കയറുന്ന സിഗ്നലുകളെ പ്രതിരോധിക്കാൻ തക്ക വിധത്തിൽ സ്നേഹത്തിന്റെ ഒരു കൂടാരത്തിന്റെ ആവരണം കെട്ടിപ്പൊക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ. ഇത്തവണ ഇന്ത്യ പരീക്ഷിച്ചു, ഇസ്രായേൽ വിജയിച്ചു. എന്നതാ ഇന്ത്യ പരീക്ഷിച്ചതും ഇസ്രായേൽ വിജയിച്ചതും? ഇന്ത്യയും വിജയിച്ചു. പാകിസ്ഥാനിൽ നിന്ന് മിസൈലുകളൊക്കെ വന്നപ്പോൾ നമ്മൾ അടിച്ചിട്ടു, 400 ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു. അതിർത്തിയിൽ വന്നപ്പോൾ തന്നെ വന്നവനെ അതിന്റെ ഇരട്ടി സ്പീഡിൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി. 600 അയച്ചതിൽ വെറും 4 മാത്രമേ ഇന്ത്യയിൽ വന്ന് വീണുള്ളൂ. ആ 4 ഒരു അപകടം ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിന്റെ വിശുദ്ധിയുടെ കവാടങ്ങളിലേക്ക് മാധ്യമങ്ങളിലൂടെയാകാം, അല്ലാതെയാകാം, വ്യത്യസ്ത സിഗ്നലുകൾ കടന്നു വരുമ്പോൾ, വ്യത്യസ്ത മിസൈലുകൾ കടന്നു വരുമ്പോൾ ഈ ഉള്ളിൽ നിൽക്കുന്നവർക്ക് അതിന് ഇടിച്ചിടാനുള്ള ശക്തി ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നതിന് ചുരുക്കം, മാധ്യമ ലോകത്ത് ഒരു ജാഗ്രത ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഞാൻ അടുത്തൊരു സ്കൂളിൽ ഈ ദീപികയിലേക്കൊക്കെ പോണതിന് മുമ്പ് ജോലി ചെയ്തു. ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നും പറഞ്ഞു, അത് ആ പിള്ളേരോടല്ല പേരൻസിനോടാണ് തോന്നുന്നു അത് പറഞ്ഞു വെച്ചത്. ഓക്കെ, അത് മറ്റൊന്നുമല്ല. ഒരു പെൺകുട്ടി 3ാം ക്ലാസ്സുകാരി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ലവ് ലെറ്റർ കിട്ടി. ഞാൻ ചോദിച്ചു, ആർക്ക്? അപ്പോൾ അവള് പറഞ്ഞു, എനിക്ക് കിട്ടി അച്ഛാ എന്ന് പറഞ്ഞു. ഞാനിത് എവിടെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പൊക്കമുള്ള ആ പെങ്കുച്ച് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, നിനക്കോ? നോക്ക് ഫാദർ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ എഴുതി വെച്ചിരിക്കുകയാ, ഐ ലവ് യു ഡി കിസ്. അടുത്ത ഡയലോഗ് മറുപടി ഒരു കൊച്ചിന്റെ പേര് എഴുതിയിട്ടുണ്ട്, കൊടുത്തു വിടണം. അടുത്ത ഡയലോഗ് അതിനേക്കാളും നല്ല ക്ലാസിക് സാധനമാണ്. കുഞ്ഞുപിള്ളേരൊന്ന് അവനൊക്കെ ഇപ്പൊ കൃത്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ. എന്താണത്? 2 കോളം എഴുതിയിട്ട് അവൻ എഴുതി വെച്ചിരിക്കുകയാ, നിനക്കെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കാണുന്ന യെസ് ഓർ നോയിൽ ടിക്കിടണം. അവൻ എഴുതി വെച്ചിരിക്കുകയാ. ഓക്കെ, ഫ്രം യുവർ ലവർ ക്ലാസ് 5A. ടിക്കിടാൻ വേണ്ടിയിട്ട്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടു ശീലിച്ച അവനൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി. ആർക്ക് വേണ്ടി? അവൻ ഇഷ്ടപ്പെടുന്ന 3ാം ക്ലാസ്സുകാരിക്ക് വേണ്ടിയിട്ട്. അവളോട് ചോദിച്ചു, ആരെ തന്നെന്ന് ചോദിച്ചു. ആ ചെറുക്കൻ തന്നതാ ഫാദറെ എന്ന് പറഞ്ഞു. ഏത് ചെറുക്കൻ? ആ ചെറുക്കൻ. അങ്ങോട്ട് നോക്കിയപ്പോൾ കുറെ പിള്ളേർ അവിടെ നിൽപ്പുണ്ട്. പറഞ്ഞു, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. ഇവൾ ഒറ്റ ഓട്ടം ഓടി. ഞാൻ കാത്തിരിക്കുകയാ അവനെ കാണാൻ വേണ്ടിയിട്ട്. 3ാം ക്ലാസ്സിലെ കാക്കിരി ബീക്കിരികൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചെറുക്കനെ ഉന്തിത്തള്ളി കൊണ്ടുവന്നു. ഫാദറെ ഇവനാന്ന് പറഞ്ഞു. ഇത്രയും പൊക്കമുള്ള 5ാം ക്ലാസ്സുകാരൻ യുവാവ്. ഞാൻ അവനോട് ചേടാ, നീ അവനോട് എഴുതിയേ? അവൻ പറഞ്ഞു, യെസ് ഫാദർ ഐ ഡു. എന്നെ ചിരിച്ചോണ്ടാ പറയണെന്നറിയോ? അവനെന്തോ അന്താരാഷ്ട്ര അവാർഡ് കിട്ടിയ ലുക്ക അവന്റെ സംസാരത്തില്. ഞാൻ വീണ്ടും അവനോട് ചേട്ടാ, നീ തന്നെയാണോടെ ഇത് എഴുതിയേ? അവൻ എന്നോട് ചോദിച്ചു, ഫാദർ വാട്ട് ഡൗട്ട്, ഐ അലോൺ. ഞാൻ തന്നെ പൂശിയതാ. അപ്പൊ ഞാൻ കുട്ടികളോടൊക്കെ തിരിച്ചു പോകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചാ, ഇങ്ങനെയൊക്കെ എഴുതാൻ കൊള്ളുവോ? അപ്പൊ അവനോട് ചോദിക്കുക, ഫാദർ വാട്ട് മിസ്റ്റേക്ക് യു സേ. തെറ്റനാന്ന് പറഞ്ഞതാ. ഞാൻ വീണ്ടും അവനോട് ചോദിച്ചാ, ഇങ്ങനെയൊക്കെ എഴുതാൻ കൊള്ളുവോടാ? അവൻ വീണ്ടും അവനോട് ചോദിക്കുക, ഫാദർ യു സേ വാട്ട് മിസ്റ്റേക്ക്. എന്തെങ്കിലും തെറ്റുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നെ ഇച്ചിരി ഗൗരവത്തിൽ അവനോട് സംസാരിച്ചപ്പോൾ അവൻ കരയാൻ തുടങ്ങി. ആ കരച്ചിലിനിടയിൽ അവൻ എന്നോട് ചോദിച്ച ചോദ്യം എന്നാണെന്നറിയോ? ഫാദർ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കണേ? എന്നിട്ട് അവൻ കൂട്ടിച്ചേർത്തു, വീട്ടിൽ TV കാണുമ്പോൾ എന്തോരം ചേച്ചിമാരും ചേട്ടായിമാരും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കണേ, എന്തോരം പേരെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിസ് കൊടുക്കണേ. പപ്പയും മമ്മി ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചോണ്ടല്ലിരിക്കണേ, പിന്നെ ഫാദർ എന്തിനാ നോക്കി പേടിപ്പിക്കണേ? പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് അവസാനം പറഞ്ഞ വാക്കുകൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുക്കണം. എന്നതാ? പപ്പയും മമ്മിയും നോക്കി ചിരിച്ചോണ്ടിരിക്കുക, പിന്നെ എന്തിനാ മാറ്റി വെക്കണേ? ഇവിടെ കാലഘട്ടത്തിന്റെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണത്. ഒരുപക്ഷെ നമുക്ക് ഇത്രയും വിദ്യാഭ്യാസം വളരാത്ത കാലഘട്ടത്തിൽ, ജീവിത സൗകര്യങ്ങളും വളരാത്ത കാലഘട്ടത്തിൽ തലനിറച്ച അപ്പച്ചന്മാരും അമ്മച്ചമാരും അവരുടെ ചെറുപ്പത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമ്മളെപ്പോലുള്ള മക്കളെ വളർത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ ആകെ നമ്മുടെയൊക്കെ സാധ്യതകൾ നിസ്സാരമായിരുന്നു. മുമ്പിൽ കാണുന്ന ഒരു ടെലിവിഷൻ ചാനൽ, അതൊരു ദൂരദർശനാകാം, അതിൽ കാണാനായിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രഗീതം, ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനിടയിൽ എവിടെയെങ്കിലും ഒരു കൊലപാതകത്തിന്റെ രംഗം കണ്ട, ക്രൂരമായ ഏതെങ്കിലും ഒരു രംഗം കണ്ട, ഒരു അശ്ലീലതയുടെ ചുവയുടെ സാധ്യത, അത്രയേ ഉള്ളൂ, അശ്ലീലതയുടെ ചുവയുടെ സാധ്യത കണ്ട പെരക്കാതെ നടക്കുന്ന സീൻ എന്നറിയോ? നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ ഔട്ട് ഓഫ് ഡേറ്റഡ് നിന്റെ ചിന്ത എന്ന് അപ്പനെ മുഖത്ത് നോക്കി പറയുമ്പോൾ, അമ്മയുടെ ഈ മുഷിഞ്ഞ ചിന്തയൊന്നും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമല്ല എന്ന് മക്കൾ മനസ്സിലെങ്കിലും ചില മുഖത്തേക്ക് നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കണതിനിടയിൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ വിവേകത്തിൽ നിന്നുകൊണ്ട് അവർ ചെയ്തൊരു പ്രവർത്തനമുണ്ട്. ഞാനൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കണതിനിടയിൽ അവിടെ നിൽക്കുന്ന അമ്മയും അപ്പനും സൂപ്പർമാനും സൂപ്പർ വുമണുമായി മാറും. ഇരിക്കുന്ന കസേരയെന്ന് പാഞ്ഞു ചെന്ന് റിമോട്ട് ഇല്ലാത്തതിനാൽ ഓടിച്ചെന്ന് TV കിട്ടൊരു ഒറ്റ കുത്ത. ആ
ആ കുത്തോട് കൂടി ചാനൽ മാറി. പിന്നെ എന്നതാണെന്നറിയും, മൊത്തം തേനീച്ച കൂടെ ഗ്രെയിൻസ് ഒന്ന് ഓർത്തെടുത്ത് നോക്കിക്കേ. ചാനൽ മാറി. അവിടെ നിൽക്കുന്ന മക്കൾ ചോദിക്കും, എന്തിനാ ഇത് മാറ്റിക്കൊണ്ട് പോണത്? കാണാൻ വേണ്ടിയിട്ടല്ലേ? ആ സമയത്ത് എന്തായിരുന്നു അപ്പന്റെ മറുപടി? എന്തായിരുന്നു അമ്മയുടെ മറുപടി? എന്തായിരുന്നു അവിടെ കാണാൻ വന്നിരുന്ന അയൽവക്കംകാരൻ ചേട്ടന്റെ മറുപടി? ഒറ്റ മറുപടി ഉള്ളൂ, മിണ്ടായിര. അവിടെ പിള്ളേര് കാണേണ്ടതങ്ങോട്ട് കണ്ടാ മതി. ഇതുപോലുള്ള ജാഗ്രതയുടെ നിറവിൽ നിന്നതിനാൽ നമ്മൾ ഇന്നിവിടെ ഇത്രയും പേരെങ്കിലും ഒരുമിച്ച് കൂടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനാൽ തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കവാടം തുറക്കേണ്ടതല്ല, കവാടവും വാതിലും പിറ്റിയേണ്ടത് എവിടെയാണെന്നറിയോ? അത് മറ്റൊരിടത്തുമല്ല, കടന്നു കയറുന്ന മാധ്യമങ്ങൾക്കിടയില. ഞങ്ങൾ അവിടെയൊക്കെ ദീപികയുടെ പ്രസക്തിയൊക്കെ കാണുക. അത് പറയാൻ തുടങ്ങി, അച്ഛൻ ദീപികയുടെ മാർക്കറ്റിങ്ങിന് വന്നയാണോ എന്ന് എന്നോട് ചോദിക്കും. രാജുചേട്ട സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുത്തേക്കണേ, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ടാമത്തെ ഒരു ആശയത്തിലേക്ക് കയറുകയാണ്. അത് മറ്റൊന്നുമല്ല, പ്രിയപ്പെട്ടവർ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ ബന്ധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന നിമിഷങ്ങളാ ഈ കുടുംബ യോഗങ്ങൾ മുഴുവൻ. ഇന്നിവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ സാമ്പത്തിക വേദനയുടെ ഒരു ഞരക്കമുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തോ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം നിഴലിക്കുന്നുണ്ടെങ്കിൽ, അത് തിരിച്ചറിയേണ്ട വേദിയാ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുടുംബ യോഗം എന്ന് പറയുക. ഇവിടെ വ്യത്യസ്ത വഴികളിലുള്ള പൊതുയോഗങ്ങളുണ്ട്, വ്യത്യസ്ത കമ്മിറ്റികളുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ കടന്നു പോകണം. പുഞ്ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വേദനയുടെ യാതനകളുടെ സ്വരങ്ങൾ ഏതെങ്കിലും ഒരു കണ്ണിൽ നിഴലിക്കുന്നുണ്ടോ എന്ന്. ഇന്നീ പറയുന്ന മാങ്കുഴ കുടുംബയോഗം ഇവിടെ നടക്കുമ്പോൾ ഇതൊരു ഉറപ്പായിരിക്കണം. ആ ഉറപ്പെന്നാന്നറിയോ? ഈ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുമയോടെ പിന്തുണ നൽകാൻ നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുമിച്ചാണെന്നുള്ള ബോധ്യം. അത് പല വഴികളിലും പലരെയും തോപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരങ്ങളുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷത്തിന്റെ വാക്കാകരുത്, മറിച്ച് നന്മയിലേക്ക് കഴി പിടിച്ച് നടത്തുന്ന, സങ്കടങ്ങളെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്ന, അതോടൊപ്പം തന്നെയോ കൂട്ടിച്ചേർത്ത് വെക്കണം, ആത്മീയതയുടെ വഴികളിൽ കർത്താവിനോടൊപ്പം സഞ്ചരിക്കാനുള്ള വിശുദ്ധിയുടെ ചാലകങ്ങളായി മാറുന്ന വാക്കുകളായിരിക്കണം ആ വാക്കുകൾ മറ്റൊന്നുമല്ല, നിന്നോടൊപ്പം ഞാനുമുണ്ട്. എന്തിനാണെന്നറിയോ? നിന്റെ കണ്ണുനീര് മാറ്റാൻ വേണ്ടിയിട്ട്, സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാ. ഈ ഒരു വാക്കിന്റെ അർത്ഥം കൂടി ഈ കുടുംബയോഗം വ്യത്യസ്ത പ്രവർത്തന വഴികളിൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാം, ഞങ്ങളുടെ കുടുംബയോഗം നല്ല കുടുംബയോഗമാണെന്ന്. അതിനാൽ തന്നെ കൂട്ടിരിക്കാനായിട്ട് സാധിക്കട്ടെ, കൂടെ നടക്കാനായിട്ട് സാധിക്കട്ടെ, കൂടെ കടന്നു ചെന്നുകൊണ്ട് കൈപിടിച്ചുയർത്താനായിട്ട് സാധിക്കട്ടെ. വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല വഴികളിൽ നിന്ന് സംഭവിച്ചേക്കണ കാര്യം എന്നാണെന്നറിയോ? ചില ചിന്തകളിൽ നമ്മൾ ക്രിസ്ത്യാനികളുടെ മനസ്സ് ഉടക്കി കിടക്കിരിക്കുകയാ. ചില കാര്യങ്ങൾ തന്നെ യാഥാസ്ഥിതികരായിട്ട് നമ്മൾ മാറി നിൽക്കുകയാ. ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുകയാ, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്നാണ്. പലരും പറയും ഞാൻ കോൺഗ്രസിന്റെ അനുഭാവികളാ, ചിലർ പറയും ഞാൻ BJPയുടെ അനുഭാവികളാ, ചിലർ പറയും ഞാൻ മാർക്സിസ്റ്റ് LDF പാർട്ടികളുടെ അനുഭാവികളാ. ഇങ്ങനെയൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ കുടുംബത്തിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന, രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഇത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണെന്നറിയോ? പണ്ട് കാർന്നോമാർ ആരാണ്ട് ഒരു കൊടി പിടിച്ചു കൊടുത്തപ്പോ അന്നുണ്ടായിരുന്ന നന്മകളുടെ വഴികളിലൂടെ, രാഷ്ട്രീയ നിലപാടുകളിലൂടെ നമ്മൾ കടന്നുപോയി. സഭയും അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ അതിനുശേഷം നിലപാടുകൾ ആരുടെയൊക്കെ എത്രയൊക്കെ മാറിയാലും ശരി, ഞാൻ ഒരിക്കൽ കൂട്ടുകൂടിയവന്റെ തിന്മയ്ക്ക് കൂടി കൂട്ടുചേർന്നുകൊണ്ട് അവന്റെ മുഖത്ത് നോക്കി ഒരു നോ പോലും പറയാൻ പറ്റാതെ, അവന്റെ മുഖത്ത് നോക്കി ഒന്നുപോലും ചോദിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ അടിമത്വത്തിന്റെയും സാഹചര്യങ്ങളുടെ അടിമത്വത്തിലും കടന്നു പോകുന്ന ഒരു സമൂഹമായിട്ട് ഇന്ന് ക്രൈസ്തവർ മാറിയിട്ടുണ്ട്. സ്വന്തം സമൂഹത്തിന് വേണ്ടി വാദിക്കാനോ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചോദിക്കാനോ നട്ടല് നിവർത്താൻ തൻ്റെ ഇടമില്ലാത്തൊരു കൂട്ടരായിട്ട് നമ്മുടെയൊക്കെ നിലപാടുകൾ പല സമയങ്ങളിലും നമ്മൾ എവിടെയൊക്കെയോ ബലി കഴിച്ചിട്ടുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനിൽ നിന്ന് നീതി നഷ്ടപ്പെട്ട് നിൽക്കുന്ന സഹോദരന് വേണ്ടിയിട്ടൊന്ന് ചോദിക്കാൻ, സഹോദരിക്ക് വേണ്ടി ഒന്ന് ചോദിക്കാൻ നമുക്കൊക്കെ ഇന്ന് പേടിയാ. കാരണം എന്നാണെന്നറിയോ? എന്നതാ കാരണം? അവരും ഞാനും തമ്മിലുള്ള ബന്ധം മുറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ അനീതി സഹിക്കുന്നതാ. ആ വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാനും, അതായത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരാളെ സഹനത്തിലേക്ക് തള്ളിവിടുന്നു, ഒരാളെ വേദനയിലേക്ക് തള്ളിവിടുന്നു. എവിടെയൊക്കെയോ നട്ടല് നിവർത്തി നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി ഉയർത്തേണ്ടിയിരുന്ന സ്വരത്തെ നിശബ്ദവൽക്കരിക്കാൻ നമ്മുടെ ചില സ്യൂഡോ സ്നേഹങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, വ്യാജ സ്നേഹങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എവിടെയൊക്കെ ആരോടെങ്കിലും നമ്മളൊന്ന് ഇടപെട്ട് ചെന്നാൽ, നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ പലതും മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അവനിൽ നിന്ന് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ചില സന്തോഷങ്ങളുണ്ട്, ചില കൂട്ടുകളുണ്ട്, ചില സൗഹൃദങ്ങളുണ്ട്. അതൊന്ന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി
എവിടെയെങ്കിലും അനീതിയുണ്ടെങ്കിൽ നിശബ്ദതയോടെ നിൽക്കുന്ന ചില നിമിഷങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ സഹോദര സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഒരു കോമാളിത്തരമല്ലേ എന്ന് നമ്മൾ അറിയാതെയെങ്കിലും ചിന്തിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നതിന് ചുരുക്കം, തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാൻ നീ ആ സഹോദരന് വേണ്ടിയിട്ടടാ വിട്ടുകൊടുക്കുമ്പോഴാ നിന്റെ വ്യക്തിത്വം കൂടുതൽ മനോഹരമാകുന്നത്. അതിനുവേണ്ടി നീ എന്നോട് ഇപ്പൊ കൊതികുത്തിയാലും കുഴപ്പമില്ല, നീ എന്നോട് വഴക്കുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഈ മാങ്കുഴ കുടുംബയോഗത്തിനിടയിൽ നീതി പുലരണം, ഞങ്ങളുടെ ഈ കുടുംബത്തിന് സാമൂഹിക നീതി ഉണ്ടാകണം, രാഷ്ട്രീയ നീതി കിട്ടണമെന്ന് പറയാനുള്ള ഒരു നട്ടല് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു കൊച്ചു പോയിന്റ്, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ആ വിശ്വാസ ജീവിതത്തിന് തികവുള്ളവരാ ഈ കുടുംബയോഗം എന്ന് ഞാൻ തിരിച്ചറിയുകയും, കാരണം 2 സന്യാസികൾ, ഒരാളും കൂടെ ഉണ്ടെന്നാ പറഞ്ഞേ, അങ്ങനെ 3 സന്യാസിനികൾക്ക് ജന്മം കൊടുത്ത ഒരു കുടുംബമായത്, സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾക്ക് ജന്മം കൊടുത്ത് അവരെ പരിപാലിക്കുന്ന ഒരു കുടുംബമായത്, പ്രിയപ്പെട്ടവരെ, വൈദികരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു കുടുംബമായത്, ഇതൊക്കെ നിറവിൽ നിൽക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്തൊരു അസ്വസ്ഥതയുടെ നൊമ്പരമുണ്ട്. അതെന്താണെന്നറിയോ? അത് നമ്മുടെ ഈ കുടുംബത്തെ കുറിച്ചല്ല കേട്ടോ, ക്രൈസ്തവ കുടുംബങ്ങളെ കുറിച്ച്. എന്നതാ അത്? വിമർശിക്കാനും വാളോങ്ങുവാനും ഇന്ന് ക്രിസ്ത്യാനികൾക്കാകെ ധൈര്യമുള്ള ഒരു സ്ഥലം അവന്റെ ദേവാലയങ്ങളും ദേവാലയ പരിസരങ്ങളും മാത്രമാണ്. വാക്കെന്താ? ഇന്ന് വിമർശിക്കാനും വെല്ലുവിളിക്കാനും ധൈര്യത്തോടുകൂടെ നാവും നട്ടലിനും ഉയരുന്ന മേഖല, ഏക സ്ഥലം എന്ന് പറയുന്ന എവിടെയാ? പലപ്പോഴും അവന്റെ വിശ്വാസവും അവന്റെ സമുദായവും മാത്രം. അകത്തേക്ക് വേരോടിക്കാനും അകത്തേക്ക് വാളോങ്ങാനും അകത്തേക്ക് വിമർശനങ്ങൾ എറിയാനും പറ്റും. പക്ഷേ ഉള്ളിലെ നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരാണെന്നും ഞങ്ങൾക്ക് വേണ്ടി സമൂഹം ഞങ്ങളോടൊപ്പം ചലിക്കണമെന്നും നീ ഞങ്ങൾക്ക് നൽകേണ്ട നീതി നൽകുന്നില്ല എന്ന് സഹോദരനോട് പറയാനായിട്ട് നമുക്ക് അന്യായ മടിയ. സ്വന്തം സമുദായത്തെയും സഭയെയും 4 പേരുടെ മുമ്പിൽ അവന്റെ ആവശ്യമില്ലാത്ത വിമർശനങ്ങളിലൂടെ സ്വന്തം കുടുംബത്തിന്റെ കുറവുകളെ പൊക്കിപ്പിടിച്ച് വിറ്റ് കാണിച്ച് 4 പേരുടെ മുമ്പിൽ കൈയിടി മേടിക്കാൻ നമുക്ക് അന്യായ ഇഷ്ടവാ. പക്ഷേ ആ 4 പേരുടെ മുമ്പിൽ വിമർശനങ്ങൾ ഉയരുമ്പോ, എടാ, എന്റെ വിശ്വാസം എന്നുള്ളത്, എന്റെ സമുദായം എന്നുള്ളത്, എന്റെ സഭ എന്നുള്ളത് ഇന്ന് ആരെക്കാളും നന്മ ചെയ്യുന്ന ഒന്നാണെന്ന് വ്യക്തതയോടെ എണ്ണി 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 പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് നമ്മുടെ മാനത്തെ ഉയർത്തിപ്പിടിക്കാൻ, നമ്മുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇന്ന് പലർക്കും മടിയ. കാരണം എന്താ? അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. മറ്റൊന്നെന്താ? നമ്മൾ അവർക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ഒരു ത്യാഗമെടുക്കാൻ, നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് തയ്യാറാകുന്നില്ല. ഒരു കൊച്ചു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കോതമംഗലം രൂപതയുടെ ഒരു പള്ളിയിൽ യുവജനങ്ങളുടെ മീറ്റിംഗ് നടക്കുകയാണ്. ആ യുവജനങ്ങളുടെ മീറ്റിംഗിൽ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അവരൊത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം ഇടയ്ക്ക് അവിടുത്തെ വികാരിയച്ഛൻ അവരോട് പറഞ്ഞു, മക്കളെ, നമ്മൾ എല്ലാവരും പള്ളിയിൽ വരണം, വിശ്വാസത്തോടെ പോകണം. ഈ ഇടവകയിൽ എന്തോരം ചെറുപ്പക്കാർ പിള്ളേരാ ഉള്ളേ. പൊരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് ചോദിക്കുകയാ, ഈ സഭയ്ക്ക് എന്ത് നന്മയാ ഉള്ളത്? സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും കുറവുകളുടെ ആഘോഷം കാണുമ്പോൾ കോളേജിൽ ചെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിഞ്ഞു പോവുകയാണ് ഞങ്ങളുടേത്, എന്ത് നന്മയാ ഉള്ളത്? അപ്പൊ തന്നെ വേറൊരു ചേട്ടൻ പറഞ്ഞു, അതിനടാ നന്മയില്ലാത്ത. അപ്പൊ തന്നെ ഇവൻ ചോദിച്ചു, എന്നാ 4 നന്മ പറ, 4 നന്മയൊന്ന് പറ. എന്നിട്ട് നിങ്ങൾ പറയുന്നു എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ വരണമെന്ന്, എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കണമെന്ന്. മാധ്യമങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് കാണാൻ പാടില്ലേ? അച്ഛന്മാരുടെ തെരുവ് യുദ്ധങ്ങൾ, കന്യാസ്ത്രീകൾ തെരുവ് വാക്ക് ഓവറുകൾ, ഇതൊക്കെ കാണുന്നില്ലേ? എന്നിട്ടും പറയുക വിശ്വാസത്തിന്റെ വഴികളിലൂടെ പോകണമെന്ന്. എന്തുട്ടാ കാണിക്കണ്ടേ? പറ. 4 പേരുടെ മുമ്പിൽ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശരിയാ, ചില ഗതികേടിന്റെ നിമിഷങ്ങളിൽ ഞങ്ങളെ പോലുള്ള വൈദികരുടെ അസ്വസ്ഥതകളും സന്യാസ ജീവിതങ്ങളുടെ വീഴ്ചകളൊക്കെ പലരുടെയും നെഞ്ചിലെ നീറുന്ന വേദനയാ. അവന്റെ വിശ്വാസ ജീവിതത്തിന്റെ വഴികളിൽ സ്വന്തം മക്കളുടെ മുമ്പിലേക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. പക്ഷേ അതിന്റെ അപ്പുറത്ത് ഈ സഭയുടെ നന്മകളെ നമ്മൾ കുഴിച്ചു മൂടരുത്. നമ്മളെപ്പോലെ നന്മ ചെയ്യുന്ന മറ്റൊരു സമുദായം, വിശ്വാസ ജീവിതം നയിക്കുന്നവർ വേറെയുണ്ടോ? നിങ്ങളെപ്പോലെ ഈ നാടിന് നന്മ ചെയ്തവർ മറ്റുള്ളവരുണ്ടോ? നിങ്ങൾ ഈ കുറുപ്പുംപടി ഇടവകയിലേക്ക് വാ. ഈ നാടിന്റെ വികസനത്തിന്റെ വഴികളിൽ ഈ നാട്ടിലെ ക്രൈസ്തവ സമുദായം കൊടുത്ത നന്മ, അത് ഈ യാക്കോബിറ്റായിക്കൊള്ളട്ടെ, അതുപോലെ ക്രൈസ്തവ മറ്റു വിശ്വാസികളെ നിങ്ങൾ കൂട്ടിനെ പിടിക്കുക. ഈ നാടിനെ വളർത്താൻ വേണ്ടിയിട്ട്, ഈ കോതമംഗലത്തെ വളർത്താൻ വേണ്ടിയിട്ട്, ഈ എറണാകുളത്തെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതുപോലെ നന്മ ചെയ്ത മറ്റുള്ളവരുണ്ടോ? നമ്മുടെയൊക്കെ പള്ളികളിൽ ഒരു വാക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്ക് എന്നാണെന്നറിയോ? ഈശോ മറിയ ഔസേപ്പ്. അച്ഛൻ പറഞ്ഞ പോലെ വചനങ്ങൾ ഞങ്ങൾ ഒത്തിരി പറയും. അതിനുശേഷം ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കണ വാക്ക് ഏതായിരിക്കും എന്നറിയോ? പിരിവെന്ന വാക്കാ. പിരിച്ച് 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 ഒരു പരിവാക്കി
സജീവമാക്കിയിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസികളെ. ചില ആളുകൾ പറയും, എന്റെ ദൈവം ഈ അച്ഛനുമാർക്ക് വേറെ പണിയൊന്നുമില്ല, രൂപാത ഇത് തന്നെ പരിപാടി. പ്രിയപ്പെട്ടവരെ, വലിയ അസ്വസ്ഥതയാണ് നമുക്കിത്. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ രൂപ കൊണ്ട് നമ്മൾ കെട്ടിപ്പൊക്കിയത് മുഴുവൻ നാടിന്റെ വികസനത്തിന് വഴി മാറിയപ്പോ വെറും 5 സെന്റിന് 5000 രൂപ പറഞ്ഞതിന് ഇന്ന് 5 സെന്റിന് 5 ലക്ഷത്തിലേക്ക് വഴി മാറ്റിയത് കേരള ഗവൺമെന്റോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പിരിവിന്റെ ബാക്കിയൊന്നുമല്ല. ക്രൈസ്തവ സമൂഹം മുക്കിലും മൂലയിലും ദേവാലയങ്ങളോട് ചേർന്ന് കെട്ടിപ്പൊക്കിയ പള്ളിക്കുടങ്ങളും അതോടൊപ്പം വഴിവക്കിൽ ഉയർന്ന കടക്കെട്ടിടങ്ങളും ഓരോ കപ്പേളകളും തന്നെയാ. നമ്മുടെയൊക്കെ വഴികളിൽ അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ മാറ്റിവെച്ചത്. ഹിന്ദുവിനും മുസ്ലിമിനും ഈ നാട്ടിലെ ഏതൊരു മതസ്ഥനും വിശ്വാസമില്ലാത്തവനും വന്നിരിക്കാൻ തക്ക വിധത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ അറിവുകൾ പങ്കുവെച്ചു കൊടുക്കാൻ തക്ക വിധത്തിൽ ക്രൈസ്തവ സമൂഹം, അത് ക്രൈസ്തവ പള്ളിയെന്നോ വികാരിയച്ഛനെന്നോ ഞാനെന്നോ അല്ല, മറിച്ച് നിങ്ങളിലൂടെ കടന്നു വന്ന നന്മകളെ കൂട്ടിവെച്ചിട്ടാ നമ്മൾ ഈ കേരളത്തെ മാറ്റി വളർത്തിയത്. ഇതുപോലെ വളർന്ന വഴികളില്ല നമ്മുടെ ഈ നാട് മാറിയത്. ഇതുപോലെ നന്മ ചെയ്യുന്ന മറ്റൊരു സമുദായം വേറെയുണ്ടോ? ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ? എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മൊത്തം പ്രശ്നങ്ങളാ. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സഭയും സമൂഹവും കുടുംബവും കുടുംബ യോഗങ്ങളും മാറണമെന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥത ഇങ്ങനെ നിഴലിച്ച് നിൽക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ സ്നേഹത്തിന്റെ അപ്പുറത്ത് വിമർശനങ്ങൾ സ്വരങ്ങൾ ഉയരും. എനിക്കത് കിട്ടിയില്ല, അതിനാൽ തന്നെ എന്റെ സഭ എന്നതാ ചെയ്തേ 4 പേരുടെ മുമ്പിലേക്ക് വിളിച്ചു പറയാനായിട്ട് നമുക്കൊരു മടിയില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴിത് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാനുള്ളതാണ്. എൻ്റെ മക്കൾ അതുപോലെ തന്നെ ഈ വിശ്വാസത്തിന്റെ വഴികളിൽ പോകണമെന്ന് ഉള്ളിൽ തിരിച്ചറിഞ്ഞിട്ട് സ്നേഹത്തിന്റെ വഴികളിലേക്കൊന്ന് മാറി കാത്തു നിൽക്കാനുള്ള ക്ഷമ നഷ്ടപ്പെടുന്ന കുടുംബാന്തരീക്ഷങ്ങൾ ക്രൈസ്തവ കുടുംബങ്ങളിൽ വളരുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് കുറച്ചുകൂടി പുതിയൊരു മാനം ഉണ്ടാകും. അതിനാൽ ഈ മാങ്കുഴ കുടുംബയോഗം ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച നന്മകൾ വിതറുന്ന, സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, മാധ്യമ അധിനിവേശങ്ങളിൽ തകർന്നു പോകാതിരിക്കാൻ ജാഗ്രതയുടെ വഴികളിൽ ഏതൊക്കെ വിദഗ്ധ വഴികളിലൂടെ കടന്നു പോകണമെന്ന് പുനർവിചിന്തനം നടത്തുന്ന, നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന മക്കളെ വീണ്ടും വളർച്ചയിലേക്ക് സമ്മാനങ്ങൾ കൊടുത്ത് പ്രോത്സാഹനങ്ങൾ കൊടുത്ത് ഉയർത്തുന്ന ഒന്നായി കൂടുതൽ നീണാൽ വാഴട്ടെ, കൂടുതൽ നീണാൽ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ 3 ആശയങ്ങളാണ് പങ്കുവെക്കാനായിട്ട് ശ്രമിച്ചത്. ഒന്നാമത്തത് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ നിസ്സാരമായിട്ട് ഓർത്തെടുക്കാനായിട്ട് അത് പറ്റും. അത് മറ്റൊന്നുമില്ല. ഒന്ന്, ആദ്യം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അഭിനന്ദിക്കാനും സഭയോട് ചേർന്ന് നിൽക്കുന്നവരെ ഒന്ന് കൂടെ അവർ നൽകുന്ന സേവനങ്ങളെ ഒന്ന് വിലമതിക്കാനും ആഗ്രഹിക്കുകയായിരുന്നു. രണ്ടാമത്തത്, ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ വീടുകൾ അതിൻ്റെ അടിമത്വത്തിലേക്ക് വഴിമാറാതിരിക്കട്ടെ. മൂന്നാമത്തത്, കൂടെയുള്ള സഹോദരന്റെ കണ്ണീരൊപ്പാത്ത ഒരു കൂട്ടായ്മകളും അർത്ഥം കാണുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഇറങ്ങാൻ സാധിക്കട്ടെ. മൂന്നാമത്തത്, നന്മയുടെ ഏടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാങ്കുഴ കുടുംബം എന്ന് പറയുന്ന അഭിമാനബോധം, തിരുസഭ എന്ന് പറയുന്ന അഭിമാനം നമ്മുടെ മക്കളിൽ നിറയട്ടെ. ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാ. അച്ഛ, എനിക്കിന്ന് പ്രായം 33 ഞാൻ കല്യാണം കഴിക്കാത്തത് എന്തെന്ന് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നില്ലേ? എനിക്കൊരു ചെറുക്കനെ ഇഷ്ടവാച്ച. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും സന്തോഷത്തോടെ ഇത് അനുവദിക്കാതെ ഞാൻ ഒരിക്കലും നിന്റെ വഴിയിൽ ഇറങ്ങി വരില്ല. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് എന്നാ ജോലി? ഞാൻ ഇന്ന ആശുപത്രിയിലെ ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടറാണ്. ഞാൻ ചോദിച്ചു, ഇത്രയും വരുമാനം ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒറ്റക്കാലിൽ നിൽക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ടല്ലോ, ആ പയ്യൻ എന്നതാ ചെയ്യുന്നേ? എന്നേരം പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഇതേ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ലക്ഷങ്ങൾ, 6 ലക്ഷവും 7 ലക്ഷവും ഒക്കെ നിസാര വരുമാനമായിട്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് വീഴുമ്പോൾ, രണ്ടുപേരും സ്വന്തമായി ഫ്ലാറ്റുകൾ മേടിച്ചിട്ടിരിക്കുന്ന നിമിഷവും അവള് പറയുകയാ, ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കണമെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും അത് അനുവദിക്കണം, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബം അതിനെ സ്വീകരിക്കണം, അതിനാൽ കാത്തിരിക്കും. ഞാൻ ശേഷം ഈ അപ്പനോട് പറഞ്ഞു, അപ്പ, നിങ്ങളെ ഓർത്തും മാത്രമാണ് ആ പെൺകുട്ടി അങ്ങനെ കാത്തിരിക്കുന്നത്. ഈ അപ്പൻ കുറെ കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ചിന്തിക്കുന്നു, അത് ഞാൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചില കുടുംബ ബന്ധങ്ങളാണ് നമ്മുടെ മക്കളെയും കുടുംബത്തെയൊക്കെ പിടിച്ചു നിർത്തുക. അവിടെ അഭിമാനം നിറഞ്ഞു നിൽക്കണം. അതിനാൽ ഞാൻ മാങ്കുഴ കുടുംബത്തിൽ, എനിക്ക് അന്യായ അഭിമാനം പുന്നമറ്റത്തിലാന്ന് പറയും. അതുപോലെ മാങ്കുഴ കുടുംബത്തിന്റെ അഭിമാനം നമ്മുടെ മക്കളിലേക്ക് ചെല്ലാൻ കൊടുക്കേണ്ട അറിവുകൾ, കാർന്നവന്മാരുടെ ത്യാഗത്തിന്റെ കഥകൾ, അത് ഞാൻ കഷ്ടപ്പെട്ടു ഇത് പറയാതെ ആ കൂടെ നിൽക്കുന്ന ഭർത്താവ് പറയട്ടെ, എടാ, നിന്റെ അമ്മ നിനക്ക് വേണ്ടി എന്തോരുവാടാ കഷ്ടപ്പെടണേ, നിന്റെ അപ്പൻ എന്തോരോ നിനക്ക് വേണ്ടി കഷ്ടപ്പെടണേ എന്ന് അമ്മ പറയട്ടെ. അതുപോലെ പരസ്പരം നന്മകളുടെ വാക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മകൾ ആഞ്ഞടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തക്ക വിധത്തിൽ ജാഗ്രതയോടെ നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഈ കുടുംബത്തിൽ കൂടുതലായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന, ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളോട് സഹകരിക്കുന്ന നിങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞാനിങ്ങനെ ചുമ്മാ മനസ്സിലോർക്കുകയാണ്, ഈ മാങ്കുഴ കുടുംബത്തിൽ ഇത്രയും പേരൊക്കെ ഉണ്ട്. സഭയുടെ പത്രമായി ദീപിക സഭയ്ക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഏക മാധ്യമമാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാ വീട്ടിലും ദീപികയൊക്കെ ഉണ്ടോ?
83 വീടുകളിലും ദീപിക ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ചേട്ടാ, അടുത്തവണ ഒരു സപ്ലിമെന്റ് നിങ്ങളുടെ കുടുംബയോഗത്തിന് ഫ്രീ ആയിട്ട് തന്നേക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനാലൊരു പ്രോത്സാഹന കമ്പനി തിരിച്ചടിച്ചതാണ്. ഓക്കെ, നടക്കട്ടെ. എല്ലാ വീടുകളിലും ഒരു വാർഷിക പത്രമൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്. ഏത് പേജിലാണ് പുള്ളി അതിനിടയ്ക്ക് കച്ചവടം നടത്തുന്നു, കൃത്യ താഴെ ഇരുന്നിട്ട് എന്തിട്ട് മനുഷ്യനാടും. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഏത് പേജ് നമുക്ക് വേണ്ടപ്പെട്ട പേജ് നോക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനാൽ സമ്മതിച്ച് എന്നെക്കാളും വലിയ കച്ചവടക്കാരനാണല്ലോ കർത്താവ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ വലിയ സ്നേഹത്തിനും സഹകരണത്തിനും ഒക്കെ നന്ദി പറയുന്നു. ഞാൻ ഒത്തിരി സമയം ഇവിടെ ഇരിക്കുന്നില്ല, എനിക്ക് കോട്ടയം തിരിച്ചു പോകണം. അപ്പോൾ അതിനാൽ ഇതിനിടയിൽ വികാരി അച്ഛൻ്റെ അനുവാദത്തോടെ, എല്ലാവരുടെയും അനുവാദത്തോടെ ഞാനും പോവുകയാണ്. അപ്പോൾ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ മീഡിയ വിഷനിൽ എല്ലാവിധ ഭാവുകങ്ങളും രണ്ടുപേർക്ക് നേരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വിജയാശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജിനോ പുന്നമറ്റച്ചൻ്റെ നല്ല വാക്കുകൾക്ക് മംഗള കുടുംബയോഗത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും.